ഇൻഫോർമേറ്റീവ് വീഡിയോ കേട്ടോ. അതായത് മാൽഡീവ്സിലേക്ക് നഴ്സായിട്ട് വരേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു കോമ്പറ്റൻസി എക്സാം ഉണ്ട്. ഈ കോമ്പറ്റൻസി എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വന്നതിന് ശേഷം നമ്മളൊരു ടെമ്പററി രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്. ഈ ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടിയിട്ട് 6 മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം ക്ലിയർ ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എപ്പോഴാണ് എക്സാം എഴുതേണ്ടതെന്ന് പറയാം. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഇതൊരു തിയറി എക്സാമാണ്. 100 ക്വസ്റ്റ്യൻസ് കാണും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 2 മണിക്കൂറായിരിക്കും സമയം. അപ്പോൾ 100 ക്വസ്റ്റ്യൻസും 2 ഹവറും കാണും. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ തന്നെ റിസൾട്ട് ജനറേറ്റ് ചെയ്യും. നമുക്ക് റിസൾട്ട് അപ്പം തന്നെ കാണുവാനും പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ടെമ്പററി രജിസ്ട്രേഷനും വിസയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിന് നാട്ടിലെ ഒരു 10,000 രൂപയാണ് ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. ഇനി എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം. ഇനി 6 അറ്റംപ്റ്റ്, അതായത് 6 അറ്റംപ്റ്റ് ആണ് ഉള്ളത്. നമ്മളോർക്കും 6 അറ്റംപ്റ്റ് ഉണ്ടല്ലോ, എക്സാം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ 6 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും എക്സാം ക്ലിയർ ആകാതെ പെട്ടിയായിട്ട് വീട്ടിൽ തിരിച്ചു പോകുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. കഴിഞ്ഞ മാസവും ഇവിടെ നിന്ന് മലയാളീസ് തിരിച്ചു പോകുന്നതാണ്. സോ എക്സാം ചില്ലറയല്ല, എക്സാം ടഫാണ്. ഇനി എക്സാമിൻ്റെ സിലബസ്. എക്സാമിന് ഇങ്ങനെ ഒരു സിലബസ് ഒന്നുമില്ല. എക്സാമിന് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ BSc പഠിച്ച, അതായത് 4 വർഷത്തെ BSc പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും അത് റിവൈസ് ചെയ്യണം. ഏത് സബ്ജക്റ്റിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതുകൂടാതെ നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് അതും അസസ് ചെയ്യും. നമ്മുടെ തിയറിയും പ്രാക്ടിക്കൽ നോളജുമാണ് എക്സാമിൽ അസസ് ചെയ്യുന്നത്. പിന്നെ 2 മണിക്കൂറാണ് എക്സാം സമയം. ആകെ 100 ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണും, 4 ആൻസേഴ്സ് കാണും. പിന്നെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എക്സാമിനെ പറ്റി പറയാൻ. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി ഔട്ട് ഓഫ് 100 അറൗണ്ട് 60 മാർക്ക് എങ്ങാണ്ട്, അതായത് 60 മാർക്ക് എങ്ങാണ്ട് വേണം നമുക്ക് പാസ്സാവാൻ. അപ്പം നിങ്ങൾ ഓർക്കും 100-ൽ 60 മാർക്ക് കിട്ടിയപ്പോൾ എളുപ്പമായിരിക്കുമെന്ന്. 100-ൽ 60 പോയിട്ട് 50 പോലും കിട്ടാൻ വളരെ പാടാണ്. 58-ഉം 57-ഒക്കെ വന്ന ഒരുപാട് പേര് ഫെയിലാവുന്നുണ്ട് എക്സാമിൽ. സോ വളരെ അത്രമാത്രം നന്നായി പഠിച്ച് സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ എക്സാം പാസ്സാകാൻ പറ്റൂ. ഇനി എക്സാമിൻ്റെ മെറ്റീരിയൽസ്, എക്സാമിന് അങ്ങനെ മെറ്റീരിയൽസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യില്ല. പിന്നെ നിങ്ങളിപ്പോൾ വരുന്ന ഏജൻസി വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ ഒക്കെ നിങ്ങൾക്ക് പഴയ കുറച്ച് PDF-കൾ തരും. പക്ഷേ അത് കോമൺ ആയിട്ട് ഇവിടെ കൈമാറിപ്പോകുന്ന ക്വസ്റ്റ്യൻസാണ്. അത് പഠിച്ചുകൊണ്ട് മാത്രം എക്സാമിന് പാസ്സാകാൻ പോകുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നെന്ന് പോലും ഇല്ല. ഞാൻ എഴുതിയപ്പം എനിക്ക് എൻ്റെ അകത്ത് നിന്ന് ആകെ വന്നത് 3 ക്വസ്റ്റ്യനാണ്. ഞാനൊരു മൊത്തം കൂടെ ഒരു 10,000-20,000 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടാണ് പോയത്. ഒരുപാട് PDF എനിക്ക് കിട്ടി. ഞാൻ അത് കൂടാതെ ഞാൻ N+ൻ്റെയൊക്കെ ഒരുപാട് PDF-കളെല്ലാം പഠിച്ചിട്ടാണ് പോയത്. മൊത്തം കൂടെ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ അങ്ങനെ വന്നുള്ളൂ അവർ തന്ന PDF-ൽ നിന്നൊക്കെ. സോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നന്നായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കും. സോ മാൽഡീവിൽ നഴ്സിംഗ് ജോബ് കിട്ടി വരുന്ന എല്ലാവരും അറിയാനായിട്ട് ഞാൻ പറയുകയാണ്, ഒരു കോമ്പറ്റൻസി എക്സാം ഇവിടെ ഉണ്ട്. അത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനൊരു ഇൻഫർമേഷൻ ഇപ്പം നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസി തരണം, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ബോർഡ് തരണം എന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കോമ്പറ്റൻസി എക്സാം ഉണ്ട്. അത് പാസ്സായാൽ മാത്രമേ ഇവിടുത്തെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.